വയനാട് ബൈക്കേഴ്സ് ക്ലബിന്റെ ബൈസൈക്കിൾ ചാലഞ്ചിന്റെ മൂന്നാമത് എഡിഷൻ സമാപിച്ചു. കൽപ്പറ്റയിൽ നിന്ന് മുട്ടിൽ, മേപ്പാടി, ചുണ്ടേൽ, വൈത്തിരി, പൊഴുതന വഴി 51 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മത്സരാർത്ഥികൾ കൽപ്പറ്റയിൽ തിരിച്ചെത്തിയത്. വയനാടിന്റെ ടൂറിസം, സാഹസിക വിനോദ മേഖലകൾക്ക് പുത്തനുണർവ് ലക്ഷ്യമിട്ടാണ് വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് സൈക്കിൾ ചലഞ്ച് നടത്തിയത്. വയനാടിന്റെ പ്രകൃതി ഭംഗിയും മലനിരകളും ഗ്രാമീണ സൗന്ദര്യവും ആസ്വദിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയ റൂട്ട് ബൈസൈക്കിൾ ചലഞ്ച് മത്സരാർത്ഥികൾക്കും കാണികൾക്കും ആവേശം നൽകുന്നതായിരുന്നു. കൽപ്പറ്റ ഡിവൈഎസ്പി പി ബിജുരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട്ടിലെ അഡ്വഞ്ചർ ടൂറിസത്തിനും നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ വലിയ ഉണർവ് നൽകുന്ന രൂപത്തിലുള്ള വലിയ പരിപാടികളായി മാറി എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ബൈസിക്കിൾ ചലഞ്ച് 4ാമത് എഡിഷൻ്റെ ഡേറ്റ് കൂടി ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വയനാട് ബൈക്കേഴ്സ് ക്ലബിന് വയനാടിൻ്റെ ഇത്തരം മേഖലകൾക്ക് വലിയ ഉണർവ് നൽകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി 130ഓളം റൈഡേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് കർണാടകയിൽ നിന്ന് മാത്രം 25ഓളം റൈഡേഴ്സ് വന്നു എന്നുള്ളതാണ്. 4 കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ മെൻ എലൈറ്റ് റോഡ് വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി സാൽവി AJ, മെൻ MTB വിഭാഗത്തിൽ മൈസൂർ സ്വദേശി ലഗ്മിഷ്, സ്ത്രീകളുടെ വിഭാഗത്തിൽ എറണാകുളം സ്വദേശി അലാനീസ്, മെൻ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ തൃശൂർ സ്വദേശി സുധിൻ ചന്ദ്രൻ എന്നിവർ ഒന്നാമതെത്തി. ന്യൂസ് മലയാളം, വയനാട്.